ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. കൊച്ചമണി നോക്കുമ്പോൾ അംബിക ആർക്കോ ഫോൺ ചെയ്യുന്നുണ്ട്. ഓ ദൈവമേ, പാലും ഗോമൂത്രം വിറ്റ് നടന്ന അംബിക ഇടയ്ക്കൊന്ന് മന്ത്രിയായിപ്പോയി. ആ തോക്കിൻ്റെ കാര്യവും പറഞ്ഞ് വിരട്ടി ഇവളെ ആയുസ്സുകാലം മുഴുക്ക ഇവിടെ കയ്യിൽ നിന്ന് ഞാൻ പൈസ മേടിക്കും. ഇവളെൻ്റെ കറവ പശുവല്ലേ. അംബിക നോക്കുമ്പോൾ അംബികയെ തന്നെ നോക്കി നിൽക്കുന്ന കൊച്ചമണി. അംബികയ്ക്കാണെങ്കിൽ ദേഷ്യം പെരുവിരൽ തൊട്ട് തല വരെ എരച്ച് കയറുവാണ്. ദൈവമേ, മിസൈലാണല്ലോ വരുന്നത്, പെട്ടെന്നൊന്ന് മാറിയേക്കാം എന്നും പറഞ്ഞ് അംബികയെ ഒന്ന് ഓടി ഒളിക്കാൻ നോക്കുവാണ്. കൊച്ചമ്മണി വിടുവോ അംബികയെ നോർക്ക വിളിക്കുന്നുണ്ട്. അംബികയെ ഒന്ന് തിരിഞ്ഞു നോക്കി ഒന്ന് ചിരിച്ചിട്ട് വീണ്ടും പോകാൻ വരുമ്പോൾ അംബികയെ അവിടെ നിന്നേ എന്നും പറഞ്ഞ് കൊച്ചമ്മണി അധികാരത്തോടെ അങ്ങോട്ട് വരുവാണ്. അംബിക ദേഷ്യത്തോടെ നോക്കുവാണ്. ഞാനേ വർമ്മസാറിനെ കാണാൻ വന്നതാ, ആ തോക്കിന്റെ കാര്യം ഒന്ന് പറയാൻ വേണ്ടി. അത്രേ കൊച്ചമണി പറഞ്ഞുള്ളൂ. ദാണ്ട അംബിക പത്തിയും മടക്കി ഓടി വരുവാണ് കൊച്ചമണിയുടെ അടുത്തോണ്ട്. ഒരു കൃത്രിമ സ്നേഹോഫിനെയൊക്കെ അങ്ങോട്ട് കാണിച്ചുകൊണ്ട്, അല്ല ഇതാരും മുണ്ടയ്ക്കലമ്മേ, അല്ലടി മണ്ടയ്ക്കാട്ട് ഭഗവതി. വേണ്ട അംബികയെ, ഞാൻ പറഞ്ഞേക്കാം, എൻ്റെ തലയിലോട്ട് ബീഫ് ഇട്ട് ഒലത്തല്ലേ. അയ്യോ വെണ്ടയ്ക്കലമ്മേ, വെണ്ടയ്ക്കലമ്മ വന്നത് ഞാൻ കണ്ടില്ല. അയ്യോ എൻ്റെ അംബികയെ, പേടിച്ചിട്ട് എൻ്റെ പേര് മറന്നുപോയോ. ഞാൻ മുണ്ടയ്ക്കലമ്മയല്ലേ. എന്നാൽ എൻ്റെ മുണ്ടയ്ക്കലമ്മ വിളിച്ചത് ഞാൻ കേട്ടില്ല. എന്താണെന്നറിയില്ല, എനിക്ക് 2-3 ദിവസം കൊണ്ട് ചെവിക്ക് ചെറിയ കേൾവിക്കുറ പോലെ തോന്നുന്നു. എന്നാലേ നിന്റെ ചെവിക്കകത്തോട്ട് ഇറാൻകാർ വന്ന് ബോംബിട്ടായിരിക്കും. കളി വേണ്ട, കൊച്ചമ്മണിയോട് വേണ്ട കേട്ടല്ലോ. എടി അംബികയെ, നീ കള്ളാന് കഞ്ഞി വെച്ചവന്റെ കഷണ്ടി തലയിലെ പൊറോട്ട അടിച്ചവളാണെന്ന് എനിക്കറിയാം. എന്നാലേ നിന്റെ ആവിധ അഭ്യാസമൊന്നും എൻ്റെ അടുത്ത് വേണ്ട. ഓരോട്ടം തുള്ളലുകാരനുണ്ടല്ലോ എൻ്റെ ഭർത്താവ്, അയാളുടെ ആയുസ്സുകാലം വരെ ഞാനിട്ട് തുള്ളിപ്പിച്ചവളായി കൊച്ചമ്മണി. എനിക്കൊരു 50,000 പെട്ടെന്ന് എൻ്റെ അക്കൗണ്ടിലോട്ട് നിട്ടേരെ. 50,000? അതിന് ഈയുടെ അടുത്ത സമയത്തല്ലേ ഞാൻ നിങ്ങൾക്ക് പൈസ തന്നത്. അതൊക്കെ പെട്ടെന്നല്ലേ അംബിക ചെലവാകുന്നത്. ഡ്രൈ ഫ്രൂട്ട്സിനൊക്കെ എന്താ വിലയെന്നറിയാവോ. എനിക്കാണെങ്കിലോ ഈത്തപ്പഴവും കിവിയും പിസ്തായും ബദാമും ഒന്നും ഇല്ലാതെ അങ്ങോട്ട് ജീവിക്കാനും പറ്റില്ല. നിങ്ങളിങ്ങനെ എപ്പോഴും എന്നോട് കാശ് ചോദിച്ചാലേ ഞാൻ എവിടെ നിന്നെടുത്ത് തരാനാ. വേണ്ട അംബിക, തരണ്ട. ആ തോക്കിൻ്റെ കാര്യമേ ഞാൻ എല്ലാവരോടും അങ്ങ് വിളിച്ച് പറഞ്ഞോളാം. അയ്യോ മുണ്ടയ്ക്കലമ്മേ, അതിന് ഞാൻ കാശ് തരില്ലെന്ന് പറഞ്ഞില്ലല്ലോ എന്നും പറഞ്ഞ് പെട്ടെന്ന് 50,000 രൂപ അംബികയുടെ അക്കൗണ്ടിൽ നിന്നും ദാണ്ട കൊച്ചമ്മണിക്ക് ഇട്ട് കഴിഞ്ഞു. ദാണ്ടെ ഞാൻ പൈസ ഇട്ടിട്ടുണ്ട്, ഇനി മേലാൽ എന്നോട് വന്ന് പൈസ ചോദിക്കരുത്. അതെന്തൊരു വർത്തമാനം അംബികയെ പറഞ്ഞത്. ഞാൻ എൻ്റെ മരണം വരെ നിന്നോട് ഈ പൈസ ചോദിച്ചുകൊണ്ടിരിക്കും. നീ ചില്ലറക്കാരിയൊന്നും അല്ലല്ലോ, നീ എന്നെ ആ ദുബായിലിട്ട് വട്ടം കറക്കിയവളാ. അപ്പോഴങ്ങോട്ട് പ്രതാപനും ഋതികയും രാജു കൂടെ വരുന്നുണ്ട്. അംബിക അവരെ കണ്ടത് ഞെട്ടിയിട്ട് പെട്ടെന്ന് കൊച്ചമ്മയോട് പറയാം, അമ്പടക്കലമ്മയുടെ ആ തമാശ കേട്ട് ഞങ്ങളൊക്കെ ചിരിച്ച് വട്ടം കറങ്ങിപ്പോയി. അല്ല ഇതാര് കലാമണ്ഡലമോ, ഇത് എപ്പോ വന്ന്? പ്രതാപൻ അങ്ങനെ ചോദിക്കുമ്പോൾ കൊച്ചമ്മണി പറയാം, ഗൾഫിൽ ആകെ പ്രശ്നങ്ങളാ, അതുകൊണ്ട് ഞാനിഞ്ഞ് പോന്നു. പിന്നെ എന്തൊക്കെയുണ്ട് വല്യമ്മേ വിശേഷം? ഞാൻ സാറിനെ ഒന്ന് കാണാൻ വന്നതാ. എന്ത് പറ്റി വല്യമ്മേ? എനിക്കൊരു സീറ്റ് വേണം. പ്രതാപൻ അതിശയത്തോടെ, സീറ്റോ? അതെ, സകല ഊളകൾക്കും തെരഞ്ഞെടുപ്പിന് നിൽക്കാമല്ലോ, പിന്നെ എനിക്കെന്താ നിന്നാല്. രാജുവും ഋതിക അത് കേട്ട് അന്തം വിട്ട് നിൽക്കുക. കൊച്ചമ്മണി വീണ്ടും പറയാം, എനിക്കെല്ലാരെയും ഭരിച്ച് നല്ല ശീലമുണ്ട്. രാജു ഉടനെ പറയാം, അയ്യോ എൻ്റെ അളിയൻ്റെ അമ്മേ, ആ ഭരണമല്ല ഈ രാജ്യഭരണം. അതെന്താ രാജു അങ്ങനെ പറഞ്ഞത്? എന്തായാലും ഭരണം തന്നല്ലേ. ഈ നിൽക്കുന്ന അംബികയ്ക്ക് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാകാമെങ്കിലേ എനിക്ക് കേന്ദ്രമന്ത്രി വരെ ആകാം. അത് അംബികയ്ക്കിട്ട് നല്ല ഒരു താങ്ങാണ് താങ്ങിയത്. പ്രതാപനും രാജുവിനും ഋതികയ്ക്കും ചിരി അടക്കാൻ പറ്റുന്നില്ല. അംബികയാണെങ്കിൽ നാണിച്ച് നിൽക്കുക. അതുകൊണ്ട് സാർ എന്നെ ഒന്ന് സഹായിക്കണം. അയ്യോ സോറി വല്യമ്മേ, സ്ഥാനാർത്ഥി നിർണയമൊക്കെ അങ്ങ് പൂർണ്ണമായി കഴിഞ്ഞു. നമുക്കിനി അടുത്ത തെരഞ്ഞെടുപ്പിന് നോക്കാം. എന്താ മോളെ, വല്യമ്മയെ വിളിച്ചോണ്ടേ കാപ്പിയോ ചായ എന്താന്ന് വെച്ചാൽ കൊടുക്ക്. ഈ സമയം അനന്തംപിള്ള കളക്ടർ ഓഫീസിലോട്ട് വന്നിരിക്കുവാണ്. അനന്തംപിള്ളക്ക് ജെ എന്ന് പറഞ്ഞ കുറച്ച് അനുയായികളുമുണ്ട്. അവരോടൊപ്പം തന്നെ ശ്രീലക്ഷ്മിയും ഹരീഷും ഉണ്ട്. അങ്ങനെ അവരെല്ലാവരുടെ കളക്ടറെ കാണാനായിട്ട് അകത്തോട്ട് പോകുമ്പോൾ പുറത്തു നിന്ന് ഒരാൾ അനന്തംപിള്ളയോടൊപ്പം വന്ന ഒരാളെ വിളിച്ചിട്ട്, പ്രകാശ ഇങ്ങോട്ട് വന്നേടാ, ഈ അനന്തംപിള്ള ഏത് മണ്ഡലത്തിൽ മത്സരിക്കാൻ പോകുന്നത്? മാടപ്പള്ളി നിയോജക മണ്ഡലത്തിൽ. എടാ അത് പ്രതാപ സാറിന്റെ മണ്ഡലമല്ലേ. വർമ്മ സാറിനെതിരായിട്ടാണ് അനന്തംപിള്ള മത്സരിക്കുന്നത്. അപ്പോഴവരോടൊപ്പം പോയ രുക്മിണിയുടെ മോള് ശ്രീലക്ഷ്മിയോ അത് പൊൻകുന്നം സദാശിവൻ സാറിനെതിരെ. അപ്പോഴേ 8 നിലയിലല്ല 16 നിലയിൽ തന്നെ പൊട്ടും. അങ്ങനെ എല്ലാവരും കളക്ടറെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുക. അനന്തംപിള്ള പറയാം, ആദ്യം ശ്രീലക്ഷ്മി പത്രിക സമർപ്പിച്ചോളൂ, ഞാൻ 2ാമത് കൊടുത്തോളാം. അങ്ങനെ ഹരീഷ് ശ്രീലക്ഷ്മിയുടെ കയ്യിലോട്ട് പത്രിക കൊടുക്കുന്നു. ശ്രീലക്ഷ്മി അത് കളക്ടർ ശാലിൻ്റെ കയ്യിലോട്ടും കൊടുക്കുന്നു. പ്രപ്പോസൽ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഞാനാണെന്നൊരു സ്ത്രീ പറയുന്നുണ്ട്. നിങ്ങൾ ഈ മണ്ഡലത്തിലെ വോട്ടറല്ലേ അതേന്നും പറയുന്നുണ്ട്. അങ്ങനെ അവരുടെ പേര് വോട്ട് ലിസ്റ്റിൽ വെരിഫൈ ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ശ്രീലക്ഷ്മിയുടെ നോമിനേഷൻ കളക്ടർ സ്വീകരിച്ചിരിക്കുന്നു.
അടുത്ത നോമിനേഷൻ ആരുടേതാണെന്ന് ചോദിക്കുമ്പോൾ ഞാനാണ് മാഡം എന്നിങ്ങനെ അനന്തംപിള്ള പറയും. ഏത് മണ്ഡലം? മാടമ്പിള്ളി. അങ്ങനെ വലിയ സന്തോഷത്തോടെ നോമിനേഷൻ കളക്ടറുടെ കയ്യിലോട്ട് കൊടുക്കാൻ വരുമ്പോൾ മാടമ്പിള്ളിയുടെ ജനനായകൻ പ്രതാപവർമ്മ കി ജയ് എന്നൊരു മുദ്രാവാക്യം. അതോടെ അനന്തംപിള്ള അങ്ങനെ അങ്ങ് നിന്നു. വികസന നായകൻ കി ജയ് എന്നൊക്കെ മുദ്രാവാക്യങ്ങൾ പുറത്ത് മുഴങ്ങുന്നുണ്ട്. അനന്തംപിള്ളയുടെ ആ നിപ്പ് കണ്ടിട്ട് കളക്ടർ ചോദിക്കുന്നത് എന്താ? അല്ല, ഞാൻ നോമിനേഷനെ പിന്നെ സമർപ്പിച്ചോളാം. അങ്ങനെ അനന്തംപിള്ള പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങുക. പൊടിയാടി ഇപ്പോൾ സാറേന്ന് വിളിച്ചിട്ട് പുറകെ ഓടുന്നുണ്ട്. ശാലിനിക്ക് ഉള്ളുകൊണ്ട് ചിരിയും വരുന്നുണ്ട്. ജനങ്ങളുടെ മുദ്രാവാക്യങ്ങളുടെ സപ്പോർട്ടോടെ പ്രതാപവർമ്മ അങ്ങോട്ട് വരുവാണ്. അപ്പോൾ അനന്തംപിള്ള അങ്ങോട്ട് വരുന്നു. പ്രതാപൻ ചോദിക്കുന്നു, എന്താ അനന്ത, നോമിനേഷൻ സമർപ്പിക്കുന്നില്ലേ? അതെ, ഒരപശകനം, അതുകൊണ്ട് നാളെ സമർപ്പിക്കാമെന്ന് കരുതി. പ്രതാപൻ വിടുവോ? അല്ല, ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അങ്ങ് അവസാനിപ്പിക്കുവാണോ? ധർമ്മയുക്തമല്ലേ പ്രതാപ? ധർമ്മത്തിന്റെ സനാതനമായ മാർഗത്തിന് ഈ അനന്തംപിള്ള എന്തും ചെയ്യും. അല്ലെങ്കിൽ ഇലക്ഷൻ പ്രമാണിച്ച് അനന്തൻ എന്തും ചെയ്യുമെന്ന് ഈ പ്രതാപവർമ്മയ്ക്ക് അറിയാം. അതിനെന്താ, തുടങ്ങിക്കോ അനന്ത, ഞാൻ തയ്യാറാ. ഒരല്പം നാടകീയമായി പറഞ്ഞേക്കാം. കിഴക്ക് സൂര്യൻ ഉദിച്ചു, അന്ധകാരം അവസാനിച്ചു. എന്നാലോ യഥാർത്ഥ ഇരുട്ട് ഇപ്പോഴാണ് തുടങ്ങുന്നത്. ധർമ്മവും അധർമ്മവും ഏറ്റുമുട്ടാനൊരുങ്ങുന്ന ഈ വിധി ചരിത്രത്തിൽ കുറിക്കപ്പെടും. അങ്ങനെ പറഞ്ഞിട്ട് പ്രതാപനും അണികളും അകത്തോട്ട് കയറി പോവുകയാണ് കളക്ടറെ കാണാൻ. ഋതികയുടെയും രാജുവിൻ്റെ അടുത്തോട്ട് ഒരു പോലീസുകാരൻ വന്നിട്ട് പറയാം, ദാണ്ട അനന്തംപിള്ള ചമ്മി നാറി വരുന്നുണ്ട് ഇങ്ങോട്ട്. പാവം അനന്തംപിള്ള ഭയന്ന് പോയി കാണും അല്ലേ ഋതു? രാജുവും ഋതിക അവിടെ നിൽക്കുന്നുണ്ട്. എന്തെങ്കിലും പറഞ്ഞ് എന്നെ ചൊറിയാൻ വരുമല്ലോ എന്ന് മനസ്സിലാക്കി അനന്തംപിള്ള അവരെ മൈൻഡ് ചെയ്യാതെ അങ്ങ് നടക്കുവാണ്. പെട്ടെന്ന് രാജു അനന്തംപിള്ളയുടെ കൈക്ക് കയറി പിടിച്ചിട്ട്, അവിടെ നിൽക്കും സാറേ. എന്താടാ നിനക്ക് വേണ്ടത്? അവിടെ നിൽക്കുമെന്ന് ചോദിക്കട്ടെ. എന്താടാ നിനക്ക് ചോദിക്കാനുള്ളത്? സാറ് പേടിച്ചിട്ട് പോവണം. ഞാനോ? ആരെ? എന്തിനു പേടിക്കണം? ഓടാവിടുന്ന് പോയി വല്ല പണിയും നോക്ക്, വെറുതെ എൻ്റെ പുറകെ നടന്ന് ചൊറിയാതെ. വർമ്മ സാറാണ് തൻ്റെ ഓപ്പോസിറ്റ് സ്ഥാനാർത്ഥി എന്നറിഞ്ഞപ്പോഴെന്താ തൻ്റെ മുട്ട് പറിച്ചു പോയോ? അതോ ഇനി വേറെ വല്ലതും സംഭവിച്ചോ? മുള്ളുകോ മറ്റോ ചെയ്തോന്ന് അർത്ഥം വെച്ചാണ് രാജു ചോദിക്കുന്നത്. എടാ, നിന്റെ വർമ്മ സാറിനെ കണ്ട് പേടിക്കുന്നവനൊന്നും അല്ലടാ ഈ അനന്തംപിള്ള. അവൻ്റെ ഒരു അനന്തംപിള്ള. പിന്നെന്താ, നോമിനേഷൻ സമർപ്പിക്കാമെന്ന അനന്തംപിള്ള സാർ അത് സമർപ്പിക്കാതെ അങ്ങ് പോകുന്നത്? എനിക്ക് നല്ല സൗകര്യമില്ല. നീ ആരാടാ ഇതൊക്കെ ചോദിക്കാൻ? പേടിച്ചിട്ട് ഒളിച്ചോടി പോവാന്നാ തോന്നുന്നത്. അനന്തംപിള്ള പറയാം, നീയൊക്കെ ബ്രഹ്മശിരാസ്ത്രം എന്താന്ന് കേട്ടിട്ടുണ്ടോ? ബ്രഹ്മാസ്ത്രം എന്ന് പറയും. അതൊക്കെ കേൾക്കാൻ നിനക്കൊക്കെ എവിടുന്ന നേരം? അതിനൊക്കെ വിവരമുണ്ടോ നിനക്കൊക്കെ? പണ്ട് പാണ്ഡവപ്പട കുടീരങ്ങളെ തീവെപ്പും കഴിഞ്ഞ് യുദ്ധത്തിന്റെ അവസാനം ഉത്തരയുടെ ഗർഭത്തിൽ അശ്വത്ഥാത്മാവ് ഒരു ബ്രഹ്മാസ്ത്രം കൊടുത്തു. വ്യാസമഹർഷിയും കൃഷ്ണനും പറഞ്ഞു, അശ്വത്ഥാത്മാവേ, ആ അസ്ത്രം പിൻവലിക്കുന്നു. പക്ഷെ ദ്രോണപുത്രർ എന്ത് ചെയ്തു? അത് പിൻവലിച്ചില്ല. എന്നിട്ട് അനന്തംപിള്ള ദേഷ്യത്തോടെ ഹൃദയം നോക്കി പറയാം, നിന്റെ അച്ഛൻ പ്രതാപവർമ്മയ്ക്ക് ഞാൻ കരുതി വെച്ചിരിക്കുന്നതേ അതുപോലെയുള്ള ഒരു ബ്രഹ്മാസ്ത്രമാണ്. എടോ അനന്തംപിള്ളെ, താൻ എന്തൊക്കെ അസ്ത്രം തൊടുത്താലും വർമ്മസാറിന്റെ നേരെ അത് വരുന്നതിന് മുമ്പ് ഈ ഞാനും ഋതികയും അത് തടുത്തിരിക്കും. അയാൾ ഒരു പുരാണ കഥയും കൊണ്ട് വന്നിരിക്കുന്നു. താൻ ഈ ഇലക്ഷനിൽ എവിടെ മത്സരിച്ചാലും അവിടെ താൻ തോക്കും. തന്നെ ഞങ്ങൾ തോൽപ്പിച്ചിരിക്കും. അനന്തംപിള്ള വിടുവോ? ഞാൻ ഈ ഇലക്ഷനിൽ നിൽക്കും, ജയിക്കും, ഞാൻ CM ആവും. മനസ്സിലായോടെ? ശരി, അഥവാ തോറ്റാലോ? വനവാസത്തിനൊന്നും പോകാൻ എനിക്ക് പറ്റില്ല. ഞാൻ എൻ്റെ തല മൊട്ടയടിക്കും, എൻ്റെ താടിയും മീശയെല്ലാം വടിച്ചിരിക്കും. എൻ്റെ ദൈവമേ, ഇനി വൃത്തികേടായിട്ട് വേണമല്ലോ ഇങ്ങനെ കാണാൻ. അത്രയൊക്കെ പറഞ്ഞിട്ട് അനന്തംപിള്ളയെ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. അനന്തംപിള്ളയെ കാണാൻ അംബികയും മോനും എത്തിയിട്ടുണ്ട്. ഇത്രയും നാണം കെട്ട 2 ജന്മങ്ങൾ. ഓന്തിൻ്റെ നിറം മാറുന്നതുപോലെ പെട്ടെന്ന് ചിരിച്ചുകൊണ്ട് അനന്തംപിള്ള അവരെ കയറിവാ എന്നും പറഞ്ഞ് സ്വീകരിക്കുവാണ്. അംബികയെ, പരിഭവങ്ങളൊക്കെ നമുക്ക് അങ്ങോട്ട് മാറ്റിവെക്കാം. ഇത് പൊളിറ്റിക്സ് ആണ്. പരിഭവിക്കാൻ തുടങ്ങിയാൽ പിന്നെ നമുക്ക് അതിനേ നേരമുള്ളൂ. അംബികയുടെയും മോൻ്റെയും മനസ്സിൽ അനന്തംപിള്ള നേരത്തെ ഭീഷണിപ്പെടുത്തിയത് ഓരോ കാര്യങ്ങളിങ്ങനെ വരുന്നുണ്ട്. അനന്തംപിള്ളയെ വിഴുങ്ങുന്ന ബുദ്ധിയുള്ള അംബിക പറയാം, അല്ലെങ്കിൽ തന്നെ പരിഭവം ആർക്കാ അനന്തംപിള്ളയെ ഉള്ളത്? ആത്മാർത്ഥതയൊക്കെ മടക്കി വീട്ടിലെ മേശയ്ക്കകത്തോട്ടങ്ങ് വെച്ചാൽ മതി. അംബിക പറഞ്ഞത് കറക്റ്റാ. എനിക്ക് അംബികയോടും ദീപക്കിനോടും പ്രത്യേക സ്നേഹമുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. പ്രത്യേക സ്നേഹമൊക്കെ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ കാര്യം പറ, ഞാൻ നോമിനേഷൻ സമർപ്പിക്കാതിരുന്നത് ഈ ദീപക്കിന് വേണ്ടിയാ. ദീപക്കിന്റെ കാര്യം കഴിഞ്ഞിട്ട് മതി എന്ന് ഞാൻ അങ്ങ് തീരുമാനിച്ചു. വേണ്ട, വലിയ ഉപകാര വാക്കുകളൊന്നും വേണ്ട. പ്രതാപന്റെ എതിർ സ്ഥാനാർത്ഥിയായിട്ടേ നമുക്ക് വേണമെങ്കിൽ ദീപക്കിനെ അങ്ങോട്ട് നിർത്താം. വളരെ നല്ല ഐഡിയ ആണല്ലോ അംബിക ഈ പറഞ്ഞത്. എന്നാലേ പക്ഷെ അതിലൊരു ഡീലുണ്ട്. അതെന്താ അംബികെ? ആദ്യം ആ ഡീൽ അങ്ങോട്ട് സംസാരിക്കേ. എന്താ ഡീലെന്ന് അംബിക പറ. എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ ഞാനങ്ങ് അംഗീകരിക്കും. അനന്തംപിള്ള പല പ്രാവശ്യം പറഞ്ഞ് മോഹിപ്പിച്ചതാ അനന്തംപിള്ളയുടെ മോളെ എൻ്റെ മോനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാമെന്ന്. അനന്തംപിള്ളയുടെ തലയ്ക്കൊരു അടിയേറ്റതുപോലെ പെട്ടെന്ന് അനന്തംപിള്ള, അതിനെന്താ കുഴപ്പം? എൻ്റെ മകളെ കല്യാണം കഴിക്കാനുള്ള യോഗ്യത എന്തുകൊണ്ടും ഈ ദീപക്കിനുണ്ടല്ലോ.
പക്ഷെ അത് മാത്രം പോരല്ലോ അനന്തംപിള്ളേ, അപ്പോൾ ഇനിയുണ്ടോ അംബിക ഡിമാൻഡ്? ഉണ്ടല്ലോ. അനന്തംപിള്ളയുടെ മകളുടെ പേരിലുള്ള സ്വത്തുക്കളെല്ലാം എൻ്റെ മകൻ ദീപകിന്റെ പേരിൽ എഴുതി വെക്കണം. ഒരിക്കലും ഇത് നടക്കാൻ പോകുന്നില്ലെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് അനന്തംപിള്ള. അനന്തംപിള്ള പറ, അതിനെന്താ, കല്യാണം കഴിഞ്ഞിട്ട് പോരെ അംബിക എഴുതി വെക്കേണ്ടത്? ധനമോഹിയും അഹങ്കാരിയുമായി അംബിക അതങ്ങ് വിശ്വസിച്ച്, അയ്യോ അത് മതി, ധാരാളം മതി. പക്ഷെ അതിനു മുമ്പേ ഒരു എഗ്രിമെൻ്റ് എഴുതി തരണം. അതിനെന്താ, ഡെഫിനറ്റായിട്ട് എഴുതി തരാമല്ലോ. എന്തോ വലിയ കിട്ടിയതുപോലെ സന്തോഷത്തോടെ ഇങ്ങനെ ഇരിക്കുവാണ് ദീപക്. അനന്തംപിള്ള പറയും, അപ്പോൾ പ്രതാപ വർമ്മയുടെ എതിരാളി ഈ ദീപക്. പ്രതാപൻ്റെ അടുത്തോട്ട് രാജുവും ഹൃദയം വന്നിട്ട് രാജു ചോദിക്കുക, സാറേ എന്താ അനന്തംപിള്ള നോമിനേഷൻ സമർപ്പിക്കാൻ വന്നിട്ട് ചെയ്യാഞ്ഞത്? അംബികയും അപ്പോൾ അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അവൻ കുറുക്കനല്ലേ രാജു, എന്തെങ്കിലും വക്രബുദ്ധി പ്രയോഗിക്കും. അപ്പോൾ കണ്ട ശേഖരൻ ഓടി വന്ന് പെട്ടെന്ന് റിമോട്ട് എടുത്ത് TV ഓൺ ചെയ്യുക. എന്താണ് ശേഖരൻ, ഇരിച്ചേട്ടാ പറയാം. അനന്തംപിള്ളയുടെ വാർത്താ സമ്മേളനമാണ് TV നടക്കുന്നത്. തങ്ങളെന്താ മാടമ്പള്ളി നിയമമണ്ഡലത്തിൽ നിന്ന് മത്സരിക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ അനന്തംപിള്ള പറയുവാണ്, മാടപ്പള്ളിയിൽ സ്ഥാനാർത്ഥിയാകേണ്ടത് ഞാനങ്ങ് തീരുമാനിച്ചു. അതെന്താ, പ്രതാപ വർമ്മയെ പേടിച്ചിട്ടാണോ? അത് പ്രതാപ വർമ്മയുടെ സ്ഥിരം സ്ഥലമല്ലേ, അപ്പോൾ എന്നേക്കാൾ വളരെ യോജിച്ച ആള് തന്നെ വേണമല്ലോ അവിടെ നിൽക്കാൻ. ഒന്നും അറിയാത്തവളെ പോലെ അംബിക ഇങ്ങനെ നോക്കി നിൽക്കുക TV-ലോട്ട്. അതിനുള്ള ആളിനെ താണ്ട പാർട്ടി കണ്ടെത്തി. അതാരാണെന്ന് ഇപ്പൊ പ്രഖ്യാപിക്കാൻ പറ്റൂ? അതിനെന്താ ഇപ്പൊ തന്നെ പ്രഖ്യാപിക്കാലോ. മോനെ ഇങ്ങ് വന്നേ. പ്രതാപനും എല്ലാവരും അങ്ങോട്ട് TV-യിലും ആകാംക്ഷയുടെ നോക്കുമ്പോൾ ദാണ്ട 32 പല്ലും വെളിയിൽ കാണിച്ചുകൊണ്ട് ദീപക് ഇങ്ങനെ നിൽക്കുന്നു. വല്ലാത്തൊരു ഷോക്കായിപ്പോയി എല്ലാവർക്കും. പ്രതാപൻ ഇങ്ങനെ ഞെട്ടി നിൽക്കുവാണ്. അനന്തംപിള്ള വളരെ സന്തോഷത്തോടെ ദീപക്കിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഇതാണ് പ്രതാപ വർമ്മയ്ക്കെതിരെ മത്സരിക്കാൻ പോകുന്ന സ്ഥാനാർത്ഥി. പല്ലും പുറത്തിട്ടുകൊണ്ട് ദീപക് പറയാം, നമസ്കാരം, ഞാനാണ് മാടമ്പള്ളി പ്രതാപ വർമ്മയുടെ എതിർ സ്ഥാനാർത്ഥി. ദീപക് ഒന്നും അറിയാത്തവളെ പോലെ ദാണ്ട് അംബിക അഭിനയിക്കാൻ തുടങ്ങി. ദ്രോഹി, ചതിച്ചല്ലോടോ നീ എന്നും പറഞ്ഞ് പെട്ടെന്നൊരു ബോധക്കേടങ്ങ് കാണിക്കുവാണ്. അംബികയുടെ ആ കള്ളാഫിനും അവിടെ നിൽക്കുന്ന പ്രതാപൻ ഒഴികെ ബാക്കി എല്ലാവർക്കും അറിയാം. അങ്ങനെ ഡോക്ടർ വന്ന് അംബികയെ പരിശോധിക്കുന്ന അംബിക മനസ്സിൽ പറയും, ദൈവമേ ഈ ഡോക്ടർ എനിക്ക് ഒന്നുമില്ലെന്ന് പറയല്ലേ, അപ്പോൾ അവർക്ക് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ ഞാൻ കള്ളാഫിനെയോ കാണിച്ചതെന്ന്. എന്തായാലും ഡോക്ടർ വന്നതല്ലേ, എന്തെങ്കിലും പറയണമല്ലോ. അപ്പോൾ ഡോക്ടർ പറയുന്നത് BP അല്പം കൂടിയതാണ്, വേറെ പ്രശ്നമൊന്നുമില്ല, മരുന്ന് കൊടുത്തിട്ടുണ്ട്, എളുപ്പം ശരിയായിക്കോളും എന്ന് പറഞ്ഞിട്ട് ഡോക്ടറെ വഴിക്ക് പോയി. ഹൃതിക ചോദിക്കുക, രാജുവിന് ഇത് കണ്ടിട്ട് എന്ത് തോന്നും? എന്ത് തോന്നാൻ, 100% നാടകീയമല്ലേ അമ്മയും മോനോടെ നടത്തുന്ന തരികിട. അമ്മയ്ക്കും മോനും അച്ഛൻ സ്ഥാനമാനം ഒന്നും കൊടുക്കുന്നില്ലല്ലോ, അതുകൊണ്ട് പകരം വീട്ടിയതാ. എന്ത് ചെയ്യാനാ, വർമ്മ സാറിനെ അറ്റാക്ക് ചെയ്യാനുള്ള ഒന്നാന്തരം ഒരു ആയുധമല്ലേ അവർക്ക് കിട്ടിയിരിക്കുന്നത്. അനന്തംപിള്ള അത് ഈസിയായിട്ട് പ്രയോഗിച്ചു. നീ എന്തെല്ലാം കള്ളത്തരങ്ങളാ അനന്തംപിള്ള രാഷ്ട്രീയ പ്രചരണമാക്കാൻ പോകുന്നത്. ഈ അമ്മയും മകനെ ഈ ഇൻസിഡന്റ് കൊണ്ടെങ്കിലും അച്ഛനൊന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ അത് ഒരിക്കലും നടക്കില്ല ഹൃതിയും. അപ്പോഴങ്ങോട്ടൊരു കാറ് വരുന്നുണ്ട്. വലിയ ഗമയിൽ കാറിൽ നിന്നെന്താണ് ദീപക് ഇറങ്ങി വരിക. രാജുവും ഹൃതിയും അങ്ങോട്ട് നിൽക്കടാ അവിടെ, നീ എങ്ങോട്ട് കയറിപ്പോടാ, ഞാൻ എൻ്റെ വീട്ടിൽ പോകുന്നതിന് നിങ്ങളോട് ഇന്ന് പറയണം. നിന്റെ വീടോ, നിന്റെ അജ്ഞാതനായ നിന്റെ തന്ത സംഭവിച്ചതാണോടാ ഈ വീട്, ഇത് എൻ്റെ വീടാടാ. അങ്ങനെ രാജുവും ഹൃതികയും ദീപക്കിനോട് വഴക്കിടുവാണ്. കയ്യേറ്റക്കളിയായി കഴിഞ്ഞു. അപ്പോൾ ദാണ്ട പ്രതാപൻ അങ്ങോട്ട് വരുന്നുണ്ട്. നിർത്തടാ അവിടെ എന്നും പറഞ്ഞിട്ടാണ് വരുന്നത്. എന്തിനാടാ നീ ഇങ്ങോട്ട് വന്നത്? എന്നെ മുഖാമുഖം കണ്ട് വെല്ലുവിളിക്കാനാണോടാ വന്നത്? നീ ഇത്ര ധൈര്യത്തോടെ ഇങ്ങോട്ട് കയറി വന്നിരിക്കുന്നത്? നീ എൻ്റെ ശത്രുവിൻ്റെ കൂടി ശത്രുപക്ഷത്ത് നിന്ന് എനിക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി വളർന്നു അല്ലേടാ? ശേഖരൻ പറയും, എന്തിനാ ചേട്ടാ കൂടുതൽ വർത്തമാനം പറയുന്നത്? ഈ നന്ദി കെട്ട നായ ചവിട്ടി പുറത്താക്കി ചേട്ടാ. ശേഖര, അതിന് പുറത്തേക്കെറിയാൻ ഇവൻ അകത്തോട്ട് കയറിയില്ലല്ലോ. എന്തായാലും ഇവൻ ഈ വീട്ടിലോട്ട് നീ കയറില്ല. ഇവിടുത്തെ ഇവൻ്റെ വിളയാട്ടം കഴിഞ്ഞു. ഇറങ്ങിപ്പോടാ ഇവിടുന്ന്. ശത്രുപാളയത്തിൽ ചേർന്നവൻ ശത്രുപാളയത്തിൽ തന്നെ നിന്നാ മതി. ഇവിടെ നീ നിൽക്കാൻ പാടില്ല. എന്താ, ഞാനും ഒരു ചെറുപ്പക്കാരനല്ലേ, എനിക്കും വേണ്ട അവസരങ്ങൾ. ദീപക് അങ്ങനെ പറഞ്ഞപ്പോൾ ശേഖരൻ പറയാം, നീ നാട്ടിലൊക്കെ നടന്ന് ഒത്തിരി അവസരങ്ങൾ ഉണ്ടാക്കുന്നുണ്ടല്ലോടാ. പല പെൺകുട്ടികൾക്കും ഓരോ കുഞ്ഞിനെ വീതം സംഭാവന ചെയ്തിട്ട് തെരുവിലോട്ട് അടിച്ചിറക്കുമല്ലേ. ദീപക് പെട്ടെന്ന് ശേഖരൻ്റെ നേരെ കഴിഞ്ഞുകൊണ്ടിട്ട് വേണ്ട മര്യാദകേട് പറഞ്ഞാലുണ്ടല്ലോ. അപ്പോഴേ പ്രതാപന് ദേഷ്യത്തോടെ നിർത്തറ. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി എന്തായിരിക്കും പ്രതാപൻ ദീപകിനോട് ചെയ്യാൻ പോകുന്നത്? അനന്തംപിള്ള എന്തൊക്കെ ദീപകിനെ വെച്ച് പ്രതാപനെതിരെ കളിക്കും? അതിനെല്ലാം കൂട്ടായിട്ട് അംബിക കൂടെ നിൽക്കുകയും ചെയ്യും. പ്രതാപൻ്റെ അടുത്ത് കണ്ണുനീരോടെ കള്ളാഫിനെയും കാണിക്കുകയും ചെയ്യും. എന്തൊക്കെ ആരൊക്കെ ചെയ്താലും ഒടുവിൽ സത്യം തന്നെ ജയിക്കും. പ്രതാപൻ തന്നെ ജയിക്കുകയും ചെയ്യും. അമ്മയും മകനും ഈ വീട്ടിൽ നിന്ന് പുറത്താകുകയും ചെയ്യും. അങ്ങനെയുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.